പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ഷെയ്മസിനെ സംബന്ധിച്ചാണ്. ഷെയ്മസ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് പല കൂട്ടുകാരും ഒരു സംശയത്തോടു കൂടി കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷെയ്മസിനെ സംബന്ധിച്ച് ലേറ്റസ്റ്റായി നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്നത് കുറച്ച് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചതാണ്. ഷെയ്മസ് മാത്രമല്ല മറ്റ് സൂപ്പർ താരങ്ങളായ ഡ്രൂ മാക്കിൻഡയർ, റാൻഡി ഓർട്ടൻ്റെ ഭാര്യ, അതുപോലെ തന്നെ കാറ്റ് കെല്ലി എന്ന് പറയുന്ന ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവർ, ചെൽസി ഗ്രീൻ എന്ന് പറയുന്ന WWE ഒരു ടോപ്പ് സ്റ്റാർ തുടങ്ങിയവരൊക്കെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോഷണൽ പ്രോഗ്രാം അത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോസാണ് ലഭിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സ്പീഡിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു അത്. റാൻഡി ഓർട്ടനും സ്പീഡും സംസാരിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ തരംഗമായിട്ടുണ്ട്. റാൻഡി ഓർട്ടനെ സ്പീഡ് ആർക്കിയെ ചെയ്യാൻ പോകുന്ന പോലെയൊക്കെ കാണിക്കുന്ന കുറച്ച് വീഡിയോസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ തന്നെ ഷെയ്മസും കൂടി ഭാഗമായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ റോ എപ്പിസോഡിലേക്ക് ഷെയ്മസിനെ തിരികെ കൊണ്ടുവരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഷെയ്മസിൻ്റേതായിട്ടുള്ള സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ച് യാതൊരുവിധ പ്ലാനുകളും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഷെയ്മസിൻ്റെ ഒരു സ്റ്റോറി നടന്നത് റൂസേവിന് എതിരെയാണ്. അത് റൂസേവിന് ഒരു മേധാവിത്വം കൊടുക്കുന്ന പോലെയാണ് അവസാനിച്ചത്. ആ മത്സരവും അതിഗംഭീരമായിരുന്നു. അതിനുശേഷം ഷെയ്മസിനെ നമുക്കങ്ങനെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഷെയ്മസിൻ്റെ ഒരു തിരിച്ചറിവ് ഇതുപോലെ യങ് ടാലൻസ്, റൂസേവിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റ് യങ് ടാലൻസിനെ പുട്ട് ഓവർ ചെയ്യുന്ന മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നിലവിൽ റോ എപ്പിസോഡിലേക്ക് ഷെയ്മസിനെ തിരികെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റും അറിയാൻ സാധിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് ഫോട്ടോസിൻ്റെ അപ്ഡേറ്റ് മാത്രമാണ് പങ്കുവെക്കാനുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന AEWൻ്റെ ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിൻ്റെ 6ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഈ സ്പെഷ്യൽ എപ്പിസോഡ് 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡായിട്ടാണ് അവർ നടത്തിയത്. അതിലെ വലിയ ഒരു ടോക്കിംഗ് പോയിൻ്റായിട്ട് മാറിയതും വമ്പൻ സർപ്രൈസ് എന്ന് പറയുന്നത് ആൻഡ്രാഡയുടെ AEWയിലേക്കുള്ള തിരിച്ചുവരവിനോട് അനുബന്ധിച്ചാണ്. ആൻഡ്രാഡെ AEWയിൽ ഇപ്പോൾ ഡെബ്യൂ ചെയ്യുന്നത് 2ാമത്തെ വട്ടമാണ്. ആദ്യം കമ്പനിയിൽ പോയി പിന്നീട് WWEയിലേക്ക് തിരികെ വന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം വീണ്ടും AEWയിലേക്ക് വന്നിരിക്കുന്നു. അതായത് WWE പുറത്താക്കി ഒരു മാസത്തിനുള്ളിൽ AEWയിലേക്ക് തിരികെ പോയിരിക്കുന്നു. ഇത്തവണ ആൻഡ്രാഡെ തിരികെ വന്നിരിക്കുന്നത് AEW ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ കെന്നി ഒമേഗയെ ആക്രമിച്ചുകൊണ്ടാണ്. കെന്നി ഒമേഗ കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് AEW ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. കെന്നി ഒമേഗയും ബ്രാൻഡിഡോ എന്ന് പറയുന്ന ടീമും അവർ ടാഗ് ടീമായിട്ട് ഒരു 6 മാൻ ടാഗ് ടീം മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ എതിരാളിയായിട്ട് യങ് ബക്സ്, ജോഷ് അലക്സാണ്ടർ തുടങ്ങിയവരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ കെന്നി ഒമേഗയുടെ ടീം വിജയിച്ചു. അതിനുശേഷമാണ് ആൻഡ്രാഡയുടെ ഒരു സർപ്രൈസ് റിട്ടേൺ കെന്നി ഒമേഗയെ ആക്രമിക്കുന്ന ഒരു ഭാഗവും നടന്നത്. ആൻഡ്രാഡയുടെ തിരിച്ചുവരവ് കെന്നി ഒമേഗയെ ആക്രമിച്ചു എന്നുള്ള ഒരു പോയിന്റിലേക്ക് മാത്രമല്ല, ഡോൺ കാലിസ് ഫാമിലിയിൽ ജോയിൻ ചെയ്തു എന്നുള്ള ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോൺ കാലിസ് ഫാമിലിയിലെ പുതിയ മെമ്പറായിട്ട് ആൻഡ്രാഡെ ജോയിൻ ചെയ്തതും ഇന്നത്തെ ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിലൂടെ കാണാൻ സാധിക്കുകയുണ്ടായി. ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് AEWൻ്റെ ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന റസൽ ഡ്രീം എന്ന് പറയുന്ന അടുത്ത പേപ്പർവിയിലേക്ക് പുതിയ മത്സരങ്ങൾ കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. ഓൾറെഡി ജോൺ മോക്സ്ലി വേഴ്സസ് ഡെർബി ആലിൻ തമ്മിലുള്ള ഐ ക്വിറ്റ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ AEWൻ്റെ വുമൻസ് ചാമ്പ്യനായ ക്രിസ് സ്റ്റാറ്റ്ലാൻഡർ മുൻ ചാമ്പ്യനായ ടോണി സ്ട്രോമിനെതിരെ ഒരു 1-on-1 മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്യുകയുണ്ടായി. കൂടാതെ ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലെ ചാമ്പ്യനായ ഹാങ്മാൻ ആദം പേജ് നിലവിലെ ട്രിയോസ് ചാമ്പ്യന്മാരിൽ ഒരാളായ സമോവ ജോയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് റസൽ ഡ്രീമിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റെയിൻസിൻ്റെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ആണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ദ ഊസോസും ദ വിഷൻ എന്ന് പറയുന്ന ടീമും തമ്മിൽ കളിച്ച ടൊർണാഡോ ടാഗ് ടീം മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ റോമൻ റെയിൻസിൻ്റെ ആ സർപ്രൈസ് റിട്ടേൺ ദ ഊസോസിൻ്റെ വിജയത്തിന് കാരണമായി എന്നുള്ളതിൽ ഉപരി എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്
റോമൻ റെയിൻസ് തിരികെ വന്നതിന് ശേഷം ജെ ഊസോയ്ക്ക് മാത്രം കൈ കൊടുത്ത് ജെ ഊസോയെ ഹഗ് ചെയ്ത് ജെ ഊസോയെ അഡ്വൈസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് കാണിച്ച് അവസാനിപ്പിച്ചത്. അവിടെ ജിമ്മി ഊസോ രൂക്ഷഭാവത്തോടു കൂടിയും അല്ലെങ്കിൽ ഒരു സങ്കടം നിറഞ്ഞ ഭാവത്തോടു കൂടിയും നോക്കി നിൽക്കുന്നത് എന്ത് സ്റ്റോറിയിലേക്കാണ് നയിക്കുന്നത് എന്നാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ജിമ്മി ഊസോയെ റോമൻ റെയിൻസ് മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ സ്റ്റോറിയാണ് അവരിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതിനെ കുറച്ച് മാസങ്ങൾ നമ്മൾ പുറകേണ്ടി വരും. ആ പുറകിലേക്ക് പോകേണ്ട ആ ഒരു സ്റ്റോറിയെ സംബന്ധിച്ച് നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ആദ്യം സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസും മെയിൻ ഈവൻറ്റ് ജെ ഊസോയും ടീം ആയിക്കൊണ്ട് ഈ ബിഗ് ബ്രോൺസൺ റീഡിനെയും ബ്രോൺ ബ്രേക്കറിനെയും ഒരു ടാഗ് ടീം മത്സരത്തിൽ നേരിടുകയുണ്ടായി. ആ മത്സരത്തിൽ റോമൻ റെയിൻസ് ജെ ഊസോ തുടങ്ങിയവരുടെ ടീമാണ് വിജയിച്ചത്. അതിനുശേഷം റോമൻ റെയിൻസിന് ഒരു സിംഗിൾസ് മത്സരം ബ്രോൺസൺ റീഡിനെതിരെ കളിക്കേണ്ടി വരുന്നു. ആ മത്സരം നടന്നത് ക്ലാഷ് ഇൻ പാരീസ് എന്ന ഇവൻറ്റിലായിരുന്നു. ആ ക്ലാഷ് ഇൻ പാരീസിൽ റോമൻ റെയിൻസ് വിജയിച്ചെങ്കിലും മത്സരശേഷം ബ്രോൺ ബ്രേക്കർ ബ്രൂട്ടലായി റോമൻ റെയിൻസിനെ ആക്രമിച്ചു. ബ്രോൺ ബ്രേക്കർ മാത്രമല്ല ബ്രോൺസൺ റീഡും ആക്രമിച്ചു. അവിടെ റോമൻ റെയിൻസ് ആക്രമണം നേരിടുന്ന ഒരു സമയത്ത് ജെ ഊസോ മാത്രമാണ് റോമൻ റെയിൻസിനെ സഹായിക്കാൻ വേണ്ടി വന്നത്. ജെ ഊസോ അദ്ദേഹത്തിന് മത്സരം ഉണ്ടായിട്ട് പോലും ആ ഒരു ഇവൻറ്റിൽ ആദ്യ മത്സരത്തിന് ആ ഒരു റോമൻ റെയിൻസിനെ ആക്രമിക്കുന്ന ഭാഗത്ത് റോമൻ റെയിൻസിനെ കഴിവിൻ്റെ പരമാവധി സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജെ ഊസോയ്ക്ക് റോമൻ റെയിൻസിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നീട് ഒരു ബ്രൂട്ടലായിട്ടുള്ള ആക്രമണം സുനാമിയൊക്കെ കൊടുത്ത് റോമൻ റെയിൻസിനെ ആക്രമിച്ചു. പിന്നീട് കുറച്ച് നാളുകൾ റോമൻ റെയിൻസ് മാറി നിൽക്കുന്ന രീതിയിൽ കാണിച്ചു. അതിനുശേഷമുള്ള റോമൻ റെയിൻസിൻ്റെ ആദ്യ അപ്പിയറൻസ് ആണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. പിന്നീട് നടന്ന റസൽ പല്ലൂസ എന്ന് പറയുന്ന ഇവൻറ്റിൽ ദ ഊസോസ് റീയൂണിയൻ ചെയ്ത് കുറച്ചധികം നാളുകൾക്ക് ശേഷം ഒരു ടാഗ് ടീം മത്സരത്തിന് ഇറങ്ങുന്നു. പക്ഷേ റോമൻ റെയിൻസും ജെ ഊസോയും ടീം ആയിക്കൊണ്ട് ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കറെ പരാജയപ്പെടുത്തിയതുപോലെ ഊസോസിന് ഈ ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോൾ റോമൻ റെയിൻസ് ചിന്തിക്കുന്നത് തൻ്റെ കൂടെ ജെ ഊസോ നിന്നപ്പോൾ ഞങ്ങൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. പക്ഷേ ജെ ഊസോ അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനായ ജിമ്മി ഊസോയുടെ കൂടെ നിന്ന് ഒരു ടാഗ് ടീം മത്സരത്തിന് ഇറങ്ങിയപ്പോൾ അവരവിടെ റസൽ പല്ലൂസ പരാജയപ്പെട്ടു. അപ്പോൾ ജിമ്മി ഊസോയാണ് ഈ ഒരു കൂട്ടത്തിലെ വീക്കായിട്ടുള്ള ഒരു മെമ്പർ. അപ്പോൾ ജിമ്മി ഊസോയെ കൂടുതൽ പൊക്കിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷേ തൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ഒരു ടോപ്പ് സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്ന, തനിക്ക് ശേഷം ആരി എന്ന് പറയാൻ പറ്റുന്ന ജെ ഊസോയെ പൊക്കിക്കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജെ ഊസോയുടെ കൂടെ നിൽക്കേണ്ടത് അനിവാര്യമാണെന്നും ആ ടൊർണാഡോ ടാഗ് ടീം മത്സരത്തിൽ താൻ പോയി ജെ ഊസോയെ സപ്പോർട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും റോമൻ റെയിൻസ് ചിന്തിക്കുകയും അങ്ങനെ റോമൻ റെയിൻസ് ആ ടൊർണാഡോ ടാഗ് ടീം മത്സരത്തിൽ വന്ന് ആ ടീമിനെ വിജയിപ്പിക്കുകയും ജെ ഊസോയ്ക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അവർ സ്റ്റോറി ഇനി ഡെവലപ്പ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് ജിമ്മി ഊസോയെ മാറ്റി നിർത്തുന്ന പോലെ അല്ലെങ്കിൽ ജിമ്മി ഊസോയോട് സംസാരിക്കാത്ത പോലെ റോമൻ റെയിൻസിൻ്റെ മൊമെൻറ്റ്സ് ആ ക്ലോസിംഗ് ഷോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോറി ഇങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ റോമൻ റെയിൻസ് ജെ ഊസോയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോറി ഉള്ളത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ ടീമിലെ വീക്കസ്റ്റ് മെമ്പർ അത് ജിമ്മിയാണ്. അപ്പോൾ ജിമ്മി ഉണ്ടെങ്കിൽ ജെ ഊസോയ്ക്ക് മുന്നിലേക്ക് കയറി വരാൻ സാധിക്കില്ല. അപ്പോൾ ജെ ഊസോയെ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെതിരെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ജെ ഊസോയുടെ ഒപ്പം നിൽക്കേണ്ടത് തൻ്റെയും കൂടി ആവശ്യമാണെന്ന് റോമൻ റെയിൻസിനെ മത്സരമാക്കിയപ്പോൾ ജിമ്മിയെ കൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് റോ എപ്പിസോഡിൽ വന്ന് ജയെ സഹായിക്കാൻ വേണ്ടി ആ ടൊർണാഡോ ടാഗ് ടീം മത്സരത്തിൽ റോമൻ ഇടപെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു സ്റ്റോറി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെയായിരിക്കുമോ റോമൻ റെയിൻസ് ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡിൽ വന്നിട്ട് ഒരു പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്? അതിനെതിരെ ജിമ്മി ഊസോ വന്ന് റോമൻ റെയിൻസിനെതിരെ ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സ്റ്റോറി ഡെവലപ്പ് ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.